നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊടും ക്രിമിനലായ ഗോവിന്ദൻ സ്വാമിയുടെ സംഭവപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതീവ സുരക്ഷയുള്ള ഒരു ജയിലിൽ നിന്നും ഒറ്റക്കയ്യനായിട്ടുള്ള ഒരു കൊടും ക്രിമിനൽ ജയിലിൽ ചാടുന്നു. ദേശീയ മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്ത സംഭവമായിരുന്നു കഴിഞ്ഞ ജൂലൈ 25-ന് നടന്നത്. എന്താണ് ഗോവിന്ദൻ സ്വാമി എന്ന ഈ കൊടും ക്രിമിനലിന്റെ പ്രത്യേകത? ഇദ്ദേഹത്തിന്റെ കുടുംബം എവിടാണ്? ഇദ്ദേഹത്തിന്റെ ഇടത് കൈ എങ്ങനെയാണ് നഷ്ടപ്പെട്ടത്? ലക്ഷങ്ങൾ വിലയുള്ള ആളൂരിനെ പോലുള്ള വക്കീലിനെ കൊണ്ടുവന്ന് കേസ് വാദിക്കാൻ ഇദ്ദേഹത്തിന് വേണ്ടി പണം മുടക്കിയ മുംബൈ കേന്ദ്രീകരിച്ചിട്ടുള്ള പനവേലി ഗ്യാങ്ങും ഇദ്ദേഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതൊക്കെ നമുക്കൊന്ന് ഈ വീഡിയോയിൽ അന്വേഷിക്കാം. ഗോവിന്ദൻ സ്വാമിയിലേക്ക് പോകുന്നതിന് മുന്നേ ഇപ്പോൾ ജയിലിൽ കിടക്കാനുണ്ടായ ഗോവിന്ദൻ സ്വാമി ഉണ്ടാക്കിയ സാഹചര്യം ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാം. എറണാകുളത്തെ ഒരു ചെറിയ കടയിൽ ജോലി നോക്കിയിരുന്ന 23-കാരിയാണ് സൗമ്യ എന്ന പെൺകുട്ടി. വീട്ടിലെ അമ്മയും അനുജനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ആഴ്ചയിലും ഈ പെൺകുട്ടി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറി ഷൊർണൂറുള്ള തന്റെ വീട്ടിലേക്ക് പോകാറുണ്ടായിരുന്നു. അങ്ങനെയാണ് 2011 ഫെബ്രുവരി 1 പതിവ് പോലെ എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറി ഈ ഷൊർണൂരേക്ക് പൊക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു യാത്രക്കിടയിലാണ് ഈ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന്റെ സമീപം വെച്ച് ഗോവിന്ദൻ സ്വാമി ഈ പറഞ്ഞ പെൺകുട്ടി സഞ്ചരിച്ചുകൊണ്ടിരുന്ന കമ്പാർട്ട്മെന്റിലേക്ക് അതിക്രമിച്ച് കയറുകയും ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് ട്രെയിനിൽ നിന്നും ഈ ഗോവിന്ദൻ സ്വാമി ഈ സൗമ്യയെ തള്ളി തറയിലേക്ക് ഇടുകയും അതോടൊപ്പം ഗോവിന്ദൻ സ്വാമി ചാടിയതിനു ശേഷം ഈ പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ടുപോയി ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ കൈവശമുണ്ടായിരുന്ന പണവും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും കവർന്നുകൊണ്ട് സ്ഥലം വിടുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ് റെയിൽവേ ട്രാക്കിന് സമീപം കിടന്ന പെൺകുട്ടിയെ മണിക്കൂറുകൾക്ക് ശേഷം നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഉടൻ തന്നെ മരണത്തിന് കീഴടങ്ങുകയാണ് ചെയ്തത്. പിന്നീട് പോലീസ് ശക്തമായ അന്വേഷണം നടത്തുകയും അങ്ങനെയാണ് ഗോവിന്ദൻ സ്വാമിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. പിന്നീട് കേരള ഹൈക്കോടതി ഗോവിന്ദൻ സ്വാമിയെ വധശിക്ഷയ്ക്ക് വിധിച്ചുവെങ്കിലും സുപ്രീം കോടതി ആ വധശിക്ഷ കുറച്ച് ഇദ്ദേഹത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്തു. അതിനുശേഷം ഈ കണ്ണൂർ ജയിലിൽ കഴിയുകയാണ് ഈ ഗോവിന്ദൻ സ്വാമി ഈ കഴിഞ്ഞ ജൂലൈ 25-ന് ജയിലിൽ ചാടുന്നത്. ഇനി നമുക്ക് ഗോവിന്ദൻ സ്വാമി എന്ന കൊടും ക്രിമിനലിന്റെ ജീവിതത്തിലേക്ക് കടന്നെല്ലാം വിക്കിപീഡിയ നൽകുന്ന വിവരങ്ങളും അതോടൊപ്പം തന്നെ തമിഴിലെ നക്കീരം പോലുള്ള ചില മാസികകൾ നൽകുന്ന വിവരങ്ങളുമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഗോവിന്ദൻ സ്വാമി എന്ന ഈ കൊടും ക്രിമിനൽ ജനിച്ചത് തമിഴ്നാട്ടിലെ കടലൂർ ജില്ലയിലാണ്. ഇദ്ദേഹത്തിന് ഒരു സഹോദരനുണ്ട്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്നു. പട്ടാളത്തിലായിരുന്നു ദീർഘവർഷം. അതോടൊപ്പം തന്നെ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പിതാവിന് നല്ല രീതിയിലുള്ള ഭൂസ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. മാതാവും ഇവരോടൊപ്പമായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പിതാവ് പട്ടാളത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം നാട്ടിലെത്തിയ പിതാവ് നല്ല മദ്യപാനിയായിരുന്നു. സുഹൃത്തുക്കളൊക്കെ ചേർന്ന് നല്ല രീതിയിൽ മദ്യപാനം തുടങ്ങി. വേറെ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് നീങ്ങി. അപ്പോൾ ഭൂസ്വത്തുക്കളും അതോടൊപ്പം തന്നെ കയ്യിലിരുന്ന പണമൊക്കെ നല്ല രീതിയിൽ മദ്യപിച്ച് കളഞ്ഞു കുളിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഭാഗമായിട്ട് ഇവർ താമസിച്ചിരുന്ന വീട് വിറ്റ് അതിനുശേഷം ഒരു ചേരി പ്രദേശത്തേക്ക് ഇവർ മാറി. ഈ പിതാവ് എന്ന് പറയുന്ന മനുഷ്യൻ ഇവരെ, അതായത് ഈ 2 കുഞ്ഞുങ്ങളെയും ഈ പറഞ്ഞ ഈ ഗോവിന്ദൻ സ്വാമിയുടെ അമ്മയും നല്ല രീതിയിൽ ഉപദ്രവിക്കുമായിരുന്നു. പിതാവ് ഇങ്ങനെ മദ്യപിച്ച് കയ്യിൽ കാശില്ലാതെ വന്ന സമയത്ത് മോഷണം തുടങ്ങി. അങ്ങനെ ഒരു ഗ്യാങ്ങിനെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെ മോഷണം നടത്തുകയും അവിടെ പോലീസ് പിടിക്കുകയും അങ്ങനെ ജയിലിലൊക്കെ ആകുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരു മോഷണത്തിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കുന്ന സമയത്ത് ഒരു റോഡ് ആക്സിഡന്റ് പറ്റി ഈ പിതാവ് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവര് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമിയുടെ അമ്മയ്ക്കും ഈ പറഞ്ഞ മെന്റലി കുഴപ്പങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പിതാവിന് ആക്സിഡന്റ് സംഭവിച്ച പോലെ ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമിയുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും അങ്ങനെ ഈ അമ്മയും മരണപ്പെടുകയും ചെയ്തു. അമ്മയും അപ്പനും മരിച്ചതിന് ശേഷം ഈ ഗോവിന്ദൻ സ്വാമിയും സഹോദരനോട് ചേർന്ന് ചെറിയ മോഷണങ്ങൾ നടത്തി തുടങ്ങി. അങ്ങനെ 20-ാമത്തെ വയസ്സിൽ ഗോവിന്ദൻ സ്വാമി മോഷണത്തിന്റെ വലിയൊരു ഗ്യാങ് സംഘടിപ്പിക്കുകയും ആ ഗ്യാങ്ങിന്റെ ലീഡറായി മാറുകയും ചെയ്തു. ഗോവിന്ദൻ സ്വാമിയുടെ നേതൃത്വത്തിലുള്ള ഗ്യാങ് പ്രധാനമായിട്ടും മോഷണം കേന്ദ്രീകരിച്ചിരുന്നത് സേലം, പഴനി, ഈറോഡ്, കടലൂർ, തിരുവള്ളൂർ, താമ്പരം തുടങ്ങിയ സ്ഥലങ്ങളിലെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു. അങ്ങനെ ഗോവിന്ദൻ സ്വാമിയുടെ സംഘം മോഷണം വ്യാപകമാക്കിയതോടുകൂടി ഇഷ്ടംപോലെ പണം കയ്യിലേക്ക് വരാൻ തുടങ്ങി. അതോടുകൂടിയാണ് മദ്യവും മയക്കുമരുന്നും പെണ്ണും
ഈ ഗോവിന്ദൻ സ്വാമിക്ക് ഒരു വീക്ക്നെസ് ആയി മാറിയത്. അതിനുവേണ്ടി എന്ത് ക്രൂരകൃത്യം ചെയ്യാനുള്ള മനസ്സും ഈ ഗോവിന്ദൻ സ്വാമിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തമിഴ്നാട്ടിലെ കടലൂർ കേന്ദ്രീകരിച്ച് വ്യാപകമായിട്ട് മോഷണം നടത്തിയ സമയത്താണ് ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമിയുടെ ഇടത് കൈ നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ ഇടത് കൈ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കഥകൾ ഈ നക്കീരൻ ഉൾപ്പെടെയുള്ള വാരികൾ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ സൗമ്യ വധക്കേസിൽ പിടിക്കപ്പെടുന്ന സമയത്ത് പല സമയങ്ങളിലും പ്രോസിക്യൂഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് കൃത്യമായി ചോദിച്ചു എങ്കിലും പലവിധമായിട്ടുള്ള മൊഴികൾ മാറ്റി പറഞ്ഞാണ് ഈ ഗോവിന്ദൻ സ്വാമി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഗോവിന്ദൻ സ്വാമിയുടെ ഇടത് കൈ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ചില തമിഴ് മാധ്യമങ്ങൾ പറയുന്നത് ഈ കവർച്ചാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയുടെ ഭാഗമായിട്ട് ഏതോ കവർച്ചാ സംഘം ഇദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ പറയുന്നത് ഇദ്ദേഹം പടക്കം പൊട്ടിച്ച സമയത്ത് ഇദ്ദേഹത്തിന്റെ കൈ പത്തി നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് ഇദ്ദേഹം സ്ത്രീകൾക്കെതിരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്ന ഒരാളാണ്, അതായത് ഒരു സെക്സ് സൈക്കോയാണ് ഇദ്ദേഹം. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നാട്ടുകൂട്ടം ഇദ്ദേഹത്തിന്റെ ഇടത് കൈ വെട്ടുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം എടുക്കുകയും അങ്ങനെ വെട്ടിക്കളഞ്ഞതാണ് എന്ന് പറയുന്ന മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ ഇദ്ദേഹത്തെ അടുത്തറിയാവുന്ന ചില ആളുകൾ പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇദ്ദേഹത്തിന്റെ സംഘാംഗമായിട്ടുള്ള ഒരാളുടെ ഭാര്യയെ ഇദ്ദേഹം ബലാത്സംഗം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ആ പെൺകുട്ടിയുടെ ഭർത്താവ് ഇദ്ദേഹത്തിന്റെ കൈ വെട്ടിക്കളഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. എന്ത് തന്നെ ആയാലും ഈ കൈ പോയതോടുകൂടി ഇദ്ദേഹത്തിന് കടലൂർ ജില്ലയിൽ നിന്നും ഈ സംഘത്തെ നയിച്ച് മുന്നോട്ട് മോഷണം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. ഒരുപാട് ആളുകൾ എതിരായി തീർന്നു. അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം മുംബൈയിലേക്ക് കടന്നു എന്നാണ് പറയുന്നത്. മുംബൈയിലെത്തിയ ഗോവിന്ദൻ സ്വാമി പല പല പേരുകളിൽ പല സ്ഥലങ്ങളിൽ താമസിച്ച് ചെറിയ ചെറിയ മോഷണങ്ങൾ നടത്തി. ഇദ്ദേഹത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കാൻ പറ്റിയ ഒരിടമായിരുന്നു മുംബൈ എന്ന് പറയുന്നത്. മദ്യവും മയക്കുമരുന്നും പെണ്ണും ഒക്കെ ധാരാളമായിട്ട് അവിടെ സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലമാണല്ലോ. അത്തരത്തിൽ ഇദ്ദേഹം ജീവിച്ച് മുന്നോട്ട് പോകുന്ന സമയത്താണ് പനവേലി ഗ്യാങ്ങുമായിട്ട് ഇദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നത്. 2005 കാലഘട്ടത്തിലൊക്കെ ട്രെയിൻ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മോഷണം നടത്തുന്ന വലിയൊരു ഗ്യാങ് ആയിരുന്നു പനവേൽ ഗ്യാങ് എന്ന് പറയുന്നത്. അവർക്ക് പെട്ടെന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ചാടി കയറാനും ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും താഴേക്ക് ചാടി ഇറങ്ങാനൊക്കെ ഉള്ള പ്രത്യേക പരിശീലനം പ്രത്യേകമായിട്ട് ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമാകുവാൻ ഈ ഗോവിന്ദൻ സ്വാമിക്ക് കഴിഞ്ഞു. ഒരു കൈ ഇല്ലെങ്കിൽ പോലും ട്രെയിനിൽ പെട്ടെന്ന് കയറുവാനും പെട്ടെന്ന് ഇറങ്ങുവാനും മോഷണം നടത്തുവാനൊക്കെ ഉള്ള വിദഗ്ധമായിട്ടുള്ള പരിശീലനം ഈ ഗോവിന്ദൻ സ്വാമിക്ക് ഈ പനവേൽ ഗ്യാങ്ങിൽ നിന്നാണ് ലഭിച്ചത്. ഈ പനവേൽ ഗ്യാങ്ങിൽപ്പെട്ട സംഘാംഗങ്ങള് മുംബൈയിൽ നിന്നും വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന ട്രെയിനുകളിൽ കയറിയതിനു ശേഷം മോഷണം നടത്തി ഏതെങ്കിലും സംസ്ഥാനത്തെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങും. അതിനുശേഷം അവിടുന്ന് ട്രെയിൻ കയറി നേരെ മുംബൈയിലേക്ക് തിരിക്കും. ഈ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഇവര് മോഷണം നടത്താറുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് ഈ ഗോവിന്ദൻ സ്വാമി ഇങ്ങനെ ട്രെയിൻ കയറി വരികയും അങ്ങനെ ഈ പറഞ്ഞ ഷൊർണൂരിലെ വള്ളത്തോൾ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് വെച്ച് ഈ സൗമ്യയെ കാണുകയും അങ്ങനെ ഈ സൗമ്യയെ പീഡനത്തിന് ഇരയാക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തത്. പിടിച്ചുപറിയും മോഷണമൊക്കെ നടത്തുന്ന ഒരുപാട് ആളുകൾ ട്രെയിൻ കേന്ദ്രീകരിച്ചും റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ നിന്നൊക്കെ ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമിയെ വ്യത്യസ്തനാക്കുന്നത് ഇദ്ദേഹം ഒരു സെക്സ് സൈക്കോ എന്ന രീതിയിലാണ്. ഇദ്ദേഹത്തിന് പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ സെക്സ് പരമായിട്ട് ഇദ്ദേഹം ഉപയോഗിക്കും. അപ്പോൾ ഫോറൻസിക് വിദഗ്ധർ തന്നെ ഇദ്ദേഹത്തെ പരിശോധിച്ചതിന് ശേഷം പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് അമിതമായിട്ടുള്ള ലൈംഗിക ആസക്തിയുള്ള മനുഷ്യനാണ് എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ സൗമ്യ വധക്കേസിൽ പിടിക്കപ്പെട്ട സമയത്ത് പോലീസുകാരടുത്ത് പറഞ്ഞത് പാൽപായസം കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കാതെ പോകുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമി ഉന്നയിച്ചത്. അത്തരത്തില് സെക്സ് സൈക്കോ ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ജയിലിൽ ചാടിയത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അതായത് ഇദ്ദേഹത്തെ പിടിക്കാൻ 1 മണിക്കൂറെങ്കിലും താമസിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒറ്റപ്പെട്ട സ്ഥലത്തൂടെ നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കീഴ്പ്പെടുത്തി ബലാത്സംഗം ചെയ്യാനുള്ള ഒരു പ്രത്യേക സെക്സ് സൈക്കോ മൂഡ് ഇദ്ദേഹത്തിന് ഉണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ അത്തരം സാഹചര്യത്തിലേക്ക് നീങ്ങാതെ പോലീസ് എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തെ വലയിലാക്കി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്ക് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. ഗോവിന്ദൻ സ്വാമിയെ കേരള ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പിന്നീട് സുപ്രീം കോടതി ചെന്നിട്ടാണ് ഈ വധശിക്ഷ ജീവപര്യന്തമാക്കി മാറ്റിയത്. അപ്പോൾ അവിടേക്കെയും വക്കീലിനെ ആളൂർ ഉൾപ്പെടെയുള്ള വക്കീലിനെയൊക്കെ ഏർപ്പെടുത്തിയത് ഈ പനവേലി ഗ്യാങ് എന്ന് പറഞ്ഞ ഈ മോഷണ ഗ്യാങ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഗ്യാങ്ങുകളൊക്കെ ലക്ഷങ്ങൾ കൊണ്ടുവന്ന് ഈ പറഞ്ഞ ഗോവിന്ദൻ സ്വാമിക്ക് വേണ്ടി മുടക്കണമെങ്കിൽ അതിന്റെ പിന്നിലുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയ്ക്കധികം പണി ഈ ഗ്യാങ്ങിന് വേണ്ടി ഈ ഗോവിന്ദൻ സ്വാമി ബോംബെ കേന്ദ്രീകരിച്ച് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ സംവിധാനത്തിലുള്ള ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണ് ജയിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും ഒരാൾ പുറത്തേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കിയ ബുദ്ധിമാന്മാരെക്കായും അതിബുദ്ധിയുള്ള ആളായിരിക്കണം. അത് ഈ ഗോവിന്ദൻ സ്വാമിക്ക് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ഒരാള് ഈ ജയിലിന്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും എന്തുമാത്രം സെക്യൂരിറ്റിയാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് ഓർക്കണം. അതുകൊണ്ട് ഇവൻ ഉള്ളിൽ തന്നെയാണ് കിടക്കേണ്ടത്. ഒരു കാരണവശാലും പുറത്തിറങ്ങുവാൻ വേണ്ടി പാടില്ല. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ ചിന്തയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. വേറൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.